എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമായ 34-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരതോ ദേവതില്യം നരാദിഷു. ഒന്നുകൂടി ശ്ലോകം നോക്കാം. ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരതോ ദേവതില്യം നരാദിഷു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഏഷഃ ലോകഭാവനഃ സത്വേന ലോകാൻ വൈ ഭാവയതി ലീലാ അവതാര അനുരതഃ ദേവ തിര്യക് നര ആദിഷു. ഒന്നുകൂടി അന്വയം നോക്കാം. ഏഷഃ ലോകഭാവനഃ സത്വേന ലോകാൻ വൈ ഭാവയതി ലീലാ അവതാര അനുരത ദേവ തിര്യക് നര ആദിഷു. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. ഭാവയതി ഏഷഃ സത്വേന ലോകാൻ ലോകഭാവനഃ വൈ ലീലാ അവതാര അനുരത ദേവ തിര്യക് നര ആദിഷു. ഒന്നുകൂടി പദങ്ങൾ നോക്കാം. ഭാവയതി ഏഷഃ സത്വേന ലോകാൻ ലോകഭാവനഃ വൈ ലീലാ അവതാര അനുരതഃ ദേവ തിര്യക് നര ആദിഷു. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഏഷഃ ഈ ഭഗവാൻ, ലോകഭാവനഃ ലോകങ്ങളെ പോഷിപ്പിക്കുന്നവൻ, സത്വേന സത്വഗുണത്താൽ, ലോകാൻ ലോകങ്ങളെ, ജീവികളെ, വൈ തീർച്ചയായും, ഭാവയതി പരിപാലിക്കുന്നു അഥവാ പോഷിപ്പിക്കുന്നു, ലീലാവതാരാനുരതഃ ലീലാവതാരങ്ങളിൽ ആനന്ദിക്കുന്നവൻ, ദേവ ദേവരൂപങ്ങളിൽ, തിര്യക് മൃഗരൂപങ്ങളിൽ, നര മനുഷ്യരൂപങ്ങളിൽ, ആദിഷു മുതലായവയിൽ. ഇനി ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഈ ശ്ലോകം ഭഗവാന്റെ കരുണയും ലീലയെയും സൂചിപ്പിക്കുന്നു. ഭഗവാൻ ലോകങ്ങളുടെ പോഷകനാണ്. സത്വഗുണത്തിലൂടെ ലോകങ്ങളെ പരിപാലിക്കുന്നു. ഏതൊക്കെ രൂപത്തിലാണ് ഭഗവാൻ ഈ ലോകങ്ങളെ പരിപാലിക്കുന്നത്? ദേവരൂപത്തിൽ, മൃഗരൂപത്തിൽ, മനുഷ്യരൂപത്തിൽ തുടങ്ങിയ വിവിധ അവതാരങ്ങളായി പ്രകടിപ്പിക്കുന്നു. എന്തിനായിട്ടാണ്? ലോകക്ഷേമത്തിനായിട്ട്, ധർമ്മ സംസ്ഥാപനത്തിനായിട്ട്, ഭക്തന്മാരുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ അവതാരങ്ങൾ കൈക്കൊള്ളുന്നു. ഈ അവതാരങ്ങളെല്ലാം കർമ്മബാധ്യതയാൽ അല്ല അവതാരങ്ങൾ ഭഗവാൻ എടുക്കുന്നത്, ലീലാനുരാഗത്താൽ ആണ്. തൻ്റെ കർമ്മബാധ്യത കൊണ്ടല്ല ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നത്, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ടാണ്. അതുപോലെ ഭഗവാൻ സൃഷ്ടിയെ പോഷിപ്പിക്കുന്നു. എങ്ങനെയാണ് പോഷിപ്പിക്കുന്നത്? മേൽപ്പറഞ്ഞ അവതാര സ്വരൂപങ്ങളിലൂടെ കരുണയോടെ ഈ ലോകത്തെ പരിപാലിക്കുന്നു എന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള 3-ാമത്തെ അധ്യായമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.